കോൺഗ്രസിന്റെ റാലിയിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിക്കും. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് രാഹുൽ കെജ്രിവാളിനെതിരെ ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. കാരണം ഇന്ത്യ മുന്നണി കെജ്രിവാൾ നിലയുറപ്പിക്കുന്ന അത്രയും കാലം പരസ്പരം ഒരുമിച്ചല്ല മത്സരിക്കുന്നത് എങ്കിലും അടിച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള യാതൊരു പരിപാടിക്കും രാഹുൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം BJP എന്ന മുഖ്യ ശത്രുവിനെതിരെ കൊമ്പ് ഓർക്കുന്നതിനിടയിൽ AAP ഉന്നം വെക്കുക എന്നത് അത്ര ശരിയായ കാര്യമല്ല എന്ന് രാഹുലിനറിയാം. ഇതിലേക്ക് നയിച്ചത് ഒരേ ഒരു കാരണമാണ്. ഡൽഹിയിൽ അധികാരം പിടിക്കാൻ BJP കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നതിനിടെ ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അതിര് കടന്ന പരാമർശങ്ങളിൽ ഹൈക്കമാൻഡിന് നല്ല അതൃപ്തിയുണ്ട്. AAP കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ദേശവിരുദ്ധനാണെന്നും തട്ടിപ്പുകാരനാണെന്നൊക്കെ AICC ട്രഷറർ അജയ് മക്കാൻ വിമർശിച്ചിരുന്നു. ജാഗ്രത പുലർത്തണമെന്ന നേതൃത്വ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നത്. ആരോപണങ്ങൾ വിശദീകരിക്കാൻ വീണ്ടും പത്രസമ്മേളനം വിളിക്കുകയും എന്നാൽ അജയ് മക്കാൻ ഒഴിവാക്കുകയൊക്കെയാണ് ഉണ്ടായത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഡൽഹിയിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം AAP സർക്കാരിനെതിരെ നടത്തിയ യാത്രയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാതിരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാകുമെന്ന് കരുതിയായിരുന്നു ഒഴിഞ്ഞുമാറ്റം. ഒരു പലക്കലിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും അസ്വസ്ഥരാണ്. ഈ പോര് ഗുണം ചെയ്യുന്നത് BJPക്കാകുമെന്നും ശിവസേന താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ സന്ദീപ് ദീക്ഷിത്, അൽക്ക ലാംബ എന്നിവർ യഥാക്രമം AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെയും മുഖ്യമന്ത്രി അതിഷിയെയുമാണ് നേരിടുന്നത്. ഇത് BJP ഗുണമാകുമെന്ന വിലയിരുത്തലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ ഡൽഹിക്കുള്ളത്. ആര് വാഴും ആര് വീഴും എന്നാർക്കും പ്രവചിക്കാനാവാത്ത സാഹചര്യത്തിൽ കനത്ത ത്രികോണ മത്സരമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്.